നമസ്കാരം. വിവിധ രാജ്യങ്ങളുടെ സായുധ സേനകളുമായി ചേർന്ന് പ്രവർത്തിക്കുക വഴി അല്ലെങ്കിൽ കൂടുതൽ സഹകരിക്കുക വഴി വിവിധ മേഖലകളിൽ സായുധ സേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എല്ലാ കാലത്തും ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഇന്ത്യ പല രാജ്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. സംയുക്ത സൈനിക അഭ്യാസങ്ങളിൽ ഓരോ സൈന്യവും തമ്മിൽ അവരുടെ തന്ത്രപരവും സാങ്കേതികവുമായ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായും അതത് രാജ്യങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങളുടെ തുടർച്ചയായ ഒരു മെച്ചപ്പെടുത്തലിന് അല്ലെങ്കിൽ നവീകരണത്തിനൊക്കെ ഉതകുന്നതുമാണ്. ഇപ്പോഴിതാ ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം 2024 ജനുവരി 2 മുതൽ ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി തന്നെ ഈ സംയുക്ത സൈനിക അഭ്യാസം മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഡെസേർട്ട് സൈക്ലോൺ 2024 എന്നാണ് ഈ സംയുക്ത സൈനിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേര്. ജനുവരി 2-ാം തീയതി മുതൽ ജനുവരി 15-ാം തീയതി വരെ ആയിരിക്കും ഇന്ത്യയും UAEയും സംയുക്തമായി ഈ സൈനിക അഭ്യാസം നടത്തുന്നത്. ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം നടക്കാൻ പോകുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിലാണ് ഈ ഒരു സംയുക്ത സൈനിക അഭ്യാസം നടക്കുക എന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. അർബൻ ഓപ്പറേഷനുകളിലെ ഏറ്റവും മികച്ച സമ്പ്രദായങ്ങൾ പഠിച്ചെടുക്കുകയും പങ്കിടുകയും ചെയ്യുന്നതിലൂടെ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയും UAEയും ലക്ഷ്യമിടുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിലൂടെയും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ കരുത്തു കാട്ടാൻ ഇന്ത്യയും UAEയും ഒന്നിച്ച് ഡെസേർട്ട് സൈക്ലോണുമായി രാജസ്ഥാനിലേക്ക് എത്തുകയാണ്. വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ജനുവരി 15-ാം തീയതി വരെ രാജസ്ഥാനിലേക്ക് തന്നെയായിരിക്കും ലോകത്തിന്റെ കണ്ണും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.